ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് വേൾഡിലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സിനിമകളെയാണ്. അപ്പം അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന സിനിമ എന്ന് പറയുന്നത് ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് ആണ്. ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് ഒരുപാട് പാർട്ടുകൾ ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് ഒരുപാട് പാർട്ടുകളുണ്ട്. പക്ഷെ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടാണ്. കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സെക്കൻഡ് പാർട്ടിനെ പറ്റി അത് നോക്കാൻ തോന്നി. പക്ഷേ സെക്കൻഡ് പാർട്ടിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ അത് ഫസ്റ്റ് പാർട്ടിനേക്കാളും ഭീകരമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. അത് കാണാനുള്ള ഒരു മാനസിക ശക്തി എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഫസ്റ്റ് പാർട്ട് കണ്ട് ഫസ്റ്റ് പാർട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് 2009 റിലീസായിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്കൊരു സിനിമ കണ്ട് എത്രത്തോളം ഡിസ്കസ്റ്റഡ് ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഹ്യൂമൻ സെൻറ്റിപ്പൈഡ്. നമുക്ക് കണ്ടിട്ട് നമ്മൾ പലതരം സിനിമകൾ കണ്ടിട്ടുണ്ട്. വയലൻസ്, സെക്ഷൽ സിനിമകൾ, അങ്ങനെ പലതരം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സിനിമ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഒരു സിനിമയാണ് ഈ ഹ്യൂമൻ സെൻറ്റിപ്പൈഡ്. കാരണം അത് അത്രമാത്രം നമുക്ക് ഡിസ്റ്റർബിങ് ആവാനുള്ള രീതിയിലുള്ള ഒരു സിനിമയാണത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, ഈ ചൈൽഡ് മൊളസ്റ്റേഴ്സിനെ എന്ത് ചെയ്യണം എന്നൊരു ഡിസ്കഷൻ വന്നു. അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോഴാണ് ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് ഇവരുടെ മൈൻഡിലേക്ക് എത്തിയതെന്നാണ് ഞാൻ വായിച്ചത്. മാത്രമല്ല സിനിമയുടെ തിയേറ്ററിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. മാത്രമല്ല ഈ സിനിമയിൽ ആകെ ഉള്ളത് 8 ക്യാരക്ടേഴ്സ് മാത്രമാണ്. ഇതിൻ്റെ ഒഡീഷന് ചെന്ന ആളുകൾക്കൊക്കെ ഈ സിനിമയുടെ കഥ അറിഞ്ഞപ്പോൾ നിനക്കൊക്കെ വട്ടാടാന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒഡീഷന് പോയ ആളുകളൊക്കെ ഇറങ്ങിപ്പോകുന്നതെന്ന് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇങ്ങനെ ചില വാക്കുകളുണ്ടല്ലോ, ഗോ ആൻഡ് ഈറ്റ് ഹിസ് ഷിറ്റ്, അല്ലെങ്കിൽ ഗോ ആൻഡ് ഈറ്റ് ഷിറ്റ് എന്ന് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, ചില സെൻറ്റൻസുകളുണ്ടല്ലോ. ഈ സെൻറ്റൻസുകളെ വളരെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഹ്യൂമൻ സെൻറ്റിപ്പൈഡ്. ഇതൊരു എക്സ്പെരിമെൻറ്റിൻ്റെ കഥയാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സർജൻ, ആ സർജൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് സയാമീസ് ആയിട്ടുള്ള ട്വിൻസിനെ സെപ്പറേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സർജന് ഒരു ഐഡിയ തോന്നി. അതായത് ആൾക്കാരെ എങ്ങനെ കൺജോയിൻ ചെയ്യിക്കാം എന്നൊരു ഐഡിയ തോന്നി. അങ്ങനെ ഇയാൾ മാൻ ഹണ്ടിന് ഇറങ്ങുകയാണ്. അപ്പം നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ ഇയാളൊരു ആളെ ഹണ്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഇയാളൊരു ഫോട്ടോ നോക്കുന്നുണ്ട്. അതിൽ ആ ഫോട്ടോയിൽ 3 റോട്ട് വീലർ പട്ടികളെ ഇങ്ങനെ നിരത്തി ഇങ്ങനെ നിർത്തിയേക്കാണ്. ഒരു പട്ടിയുടെ പുറകെ ഒന്ന്, ഒരു പട്ടിയുടെ പുറകെ ഒന്ന്, അങ്ങനെ നിർത്തിയേക്കാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും സിനിമയുടെ പ്ലോട്ടിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടും. പക്ഷെ നമ്മൾ ഈ പ്ലോട്ട് ഇത്രമാത്രം ഡിസ്ഗസ്റ്റിംഗ് ആവുമെന്ന് നമ്മൾ ചിന്തിച്ചല്ല ഈ സിനിമ കാണുന്നത്. ഞാൻ അങ്ങനെ ചിന്തിച്ച് കണ്ട ഒരാളല്ല. എന്തായാലും സിനിമ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് 2 ഫീമെയിൽ ക്യാരക്ടേഴ്സിന് അയാളുടെ വീട്ടിലേക്ക് കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു ദിവസം വരും. അപ്പോൾ അയാളുടെ എക്സ്പെരിമെൻറ്റ്സിന് ഈ 2 ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ അയാൾ യൂസ് ചെയ്യും. നേരത്തെ ഒരു മെയിൽ ക്യാരക്ടറിനെ ഇയാൾ പിടിച്ച് വണ്ടി കയറ്റിയിരുന്നു. അയാളെ ഈ ഡോക്ടർ കൊല്ലും. കാരണം ഇവരുടെ ബോഡി നേച്ചറിനനുസരിച്ചുള്ള ഒരാളല്ലായിരുന്നു അയാൾ, അതുകൊണ്ട് അയാൾ കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഇവർ 2 പേരുടെ ബോഡി നേച്ചറിനനുസരിച്ചുള്ള ഒരു മെയിലിനെ ഇയാൾ തട്ടിക്കൊണ്ട് വന്ന് അവിടെ കിടത്തും. അങ്ങനെ നമുക്ക് ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ ഒരാൾ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തായാലും രക്ഷപ്പെടാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇയാളുടെ സർജറി അന്ന് ചെയ്യും. അപ്പോൾ സർജറി ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് എന്ന് പറഞ്ഞാൽ പഴുതാര. അപ്പോൾ പഴുതാരയുടെ തന്നെ ഒരു സെറ്റപ്പിൽ മനുഷ്യന്മാരെ വെക്കാന്നുള്ളതാണ് ഹ്യൂമൻ സെൻറ്റിപ്പൈഡ്. അപ്പം ഈ ഒരാളുടെ ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ കുറേ മുട്ടിൻ്റെ ചിരട്ടയൊക്കെ കളയും. അതുപോലെ വായിലെ പല്ലൊക്കെ കളഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു അറ്റാച്ച് ചെയ്യാൻ പാകത്തിനൊരു ഷേപ്പിലാക്കും മുഖം. അപ്പോൾ ഒരാൾ മുട്ടി നിൽക്കുമായിരിക്കും. അയാളുടെ പുറകെയാണ് അടുത്ത ആൾ മുട്ടി നിൽക്കുന്നത്. ആ മുട്ടി നിൽക്കുന്ന ആളുടെ വായ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന ആളുടെ എവിടെയാണ് ബാക്കിൽ നിൽക്കുന്ന ആളുടെ വായ കണക്റ്റ് ആയിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോട്ടോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവർക്ക് 3 പേർക്കും ഒന്നിച്ചാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് 3 പേർക്കും ഇരിക്കണമെങ്കിൽ ഒന്നിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രാന്തനായ ഡോക്ടർ ഇവരെ ഇടിക്കുന്നുണ്ട്, ടൈം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇയാൾക്ക് ഈ റെപ്റ്റൈൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഹ്യൂമൻ ബീങ്സിനെ ഇയാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഇയാൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞ് ഇതിലേറ്റവും ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഇയാൾ ഫുഡ് കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ആൾ രാവിലെയാണോ ഏത് സമയത്താണോ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ഓഫ് കോഴ്സ് ഡൈജഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഈ
ഡൈജഷനുള്ള അത് പോകുന്ന രണ്ടാമത് നിൽക്കുന്ന ആളുടെ വായിലേക്കാണ് അത്. അയ്യോ! ആ ഒരു സീൻ കണ്ടിട്ട് എനിക്ക് 2, 3 ദിവസം എനിക്ക് ഭയങ്കര ഒരു ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഫീലായിരുന്നു. അപ്പൊ രണ്ടാമത് നിൽക്കുന്ന ആളുടെ വായിലേക്ക് പോകുന്ന സാധനം അത് ഡൈജസ്റ്റ് ആയിട്ട് മൂന്നാമത് നിൽക്കുന്ന ആളുടെ വായിലേക്കാണ് പോകുന്നത്. ഇത്രയും മാത്രം എന്താ പറയാ, സിക്കായിട്ട് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്തായാലും അത് കണ്ടതോടെ എൻ്റെ ഒരു ചോറുണ്ണാനുള്ള ഒരു മൈൻഡ് പോയി എന്ന് തന്നെ പറയാം. പക്ഷെ ചോറുണ്ടു, അത് വേറെ കാര്യം. എന്തായാലും അത് അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അവസാനം എത്തുമ്പം ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ വായും ബാക്കും രണ്ടാളുകളിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന ആളാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അവസാനം എത്തുമ്പോൾ ഡോക്ടറിനെ അവർ 2 പോലീസ് ഓഫീസേഴ്സൊക്കെ വന്ന് അവർ കൊല്ലും. മുമ്പിൽ നിൽക്കുന്ന ആളും ബാക്കിൽ നിൽക്കുന്ന ആളും മരിച്ചു പോവും. അപ്പം നടുക്ക് നിൽക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അയാൾക്ക് അറ്റാച്ച് വെച്ചാൽ അത് അറ്റാച്ച് ചെയ്തത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അങ്ങനെ അത് എൻഡ് ചെയ്യുന്നതും വളരെ ഒരു ടെറിഫിക് ആയിട്ടുള്ള ഒരു ഹൊറിബിൾ ആയിട്ടുള്ള രീതിയിലാണ്. കാരണം ഈ നടുക്ക് നിൽക്കുന്ന ആളുമായിട്ട് നമുക്ക് ഓൾറെഡി ഒരു ക്യാരക്ടർ കണക്ഷൻ ഉണ്ടാവും. അയാൾ രക്ഷപ്പെടാൻ നോക്കുന്നത് കൊണ്ടും അയാൾ വേറൊരാളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് കൊണ്ടൊക്കെ നമുക്കൊരു ക്യാരക്ടർ കണക്ഷൻ വരും. അതുകൊണ്ട് ഈ ക്യാരക്ടർ കണക്ഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ഈ നടുക്ക് നിൽക്കുന്ന ആൾ പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ സിനിമയുടെ എൻഡിങ്ങിൽ അപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എന്തായാലും വളരെ സിക്കായിട്ടുള്ള, വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഹ്യൂമൻ സെൻറ്റിപ്പൈഡ്. പല കൺട്രിയിലും ഇത് ബാൻഡാണ്. പക്ഷെ ഞാനിത് ഗൂഗിളിൽ നിന്നെടുത്ത് കണ്ടു. എനിവേ, ഹ്യൂമൻ സെൻറ്റിപ്പൈഡ് 2 എന്ന് പറഞ്ഞ പാർട്ട് ഇതിലും വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. എനിക്കത് കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാനത് ജസ്റ്റ് ഓടിച്ചോടിച്ച് കണ്ടായിരുന്നു. ഇതിൻ്റെ കഥ ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ അത് കണ്ട നിങ്ങൾക്ക് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയും. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സിക്ക്, ഡിസ്ഗസ്റ്റിംഗ് അല്ലെങ്കിൽ വെറൈറ്റി നല്ല പടങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനത് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ക്രിറ്റിസിസംസും നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ഒരു മൂവി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.